കേരളത്തിലുടനീളമുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരം നടത്തുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ മാസം ഈ ഒരു KGMCTയുടെ കീഴിലുള്ള ഡോക്ടർമാർ, അതായത് അധ്യാപനം നടത്തുന്ന ഡോക്ടർമാർ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. ആ ഒരു സമരത്തിനോട് സർക്കാർ മുഖം തിരിച്ചതാണ് ഇപ്പോൾ ഒരു കടുത്ത സമര രീതിയിലേക്ക് ഈ ഒരു ഡോക്ടർമാർ കടക്കാൻ കാരണമായിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ ഈ സമരം. അതായത് 10 വർഷമായി തങ്ങളുടെ യാതൊരുവിധ ആവശ്യങ്ങൾക്കും സർക്കാർ പരിഗണന നൽകുന്നില്ല. ഒപ്പം ശമ്പള കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും നൽകി തീർക്കുന്നില്ല. ഒപ്പം അശാസ്ത്രീയമായ ഈ തസ്തികയ്ക്കുള്ള പുനർവിന്യാസം, ഇതിനൊപ്പം തന്നെ ഈ ഒരു പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് പകരം ഈ ഒരു ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ ആ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ശമ്പള പരിഷ്കരണം അടക്കം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായ ഒരു സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ ഇല്ലാതിരുന്നാൽ ഇനി കൂടുതൽ സമരത്തിലേക്ക് പോകും. അതായത് ഒരു റിലേ സമരമാണ് ഇപ്പോൾ KGMCTയെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇന്ന് ഒക്ടോബർ 20 ഇന്ന് ഇതിന് സർക്കാർ മുഖത്തിരിക്കുകയാണെങ്കിൽ നവംബർ 5, നവംബർ 21, ഒക്ടോബർ 28, നവംബർ 13, നവംബർ 29 തുടങ്ങിയ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ സമരങ്ങൾ ഉണ്ടാവും. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ OP ബഹിഷ്കരിക്കുമെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരവും, ഒപ്പം കാർഡിയോളജി വിഭാഗത്തിൽ സ്റ്റെന്റ് വിതരണം നാളെ മുതൽ, അതായത് നിലവിൽ സ്റ്റോക്കിലുള്ള സ്റ്റെന്റുകൾ നാളെ മുതൽ കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ചെടുക്കുമെന്ന് ഈ ഒരു സ്റ്റെന്റ് വിതരണ കമ്പനിക്കാർ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വീണ്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ ഒരു മികച്ച ഒരു ജോലി സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. PG വിദ്യാർത്ഥികളുടെയും ഹൌസ് സർജൻസി ചെയ്യുന്നവരുടെയും സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അവധി ദിനമായ ഇന്ന് ഇത്തരത്തിൽ ഒരു OP മുന്നോട്ട് പോകുന്നത്. വലിയൊരു ജനത്തിരക്കും ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇത് സമരം കൂടുതൽ ദിവസത്തേക്ക് നീളുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനാരോഗ്യത്തിനും പൊതുജനങ്ങൾക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.